ജാർഖണ്ഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 64.86% പോളിംഗ്. 81 നിയോജക മണ്ഡലങ്ങളിലുള്ള സംസ്ഥാനത്തെ 43 സീറ്റുകളിലാണ് ആദ്യഘട്ട പോളിംഗ് നടന്നത്. കനത്ത സുരക്ഷയിലായിരുന്നു വോട്ടെടുപ്പ്. പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പിനിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറി. 683 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ നിന്ന് BJPയിലെത്തിയ മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ, രാജ്യസഭാംഗവും JMM നേതാവുമായ മഹുവ മാഞ്ചി, ഒഡീഷ ഗവർണറും മുൻ മുഖ്യമന്ത്രിയുമായ രഘുബർ ദാസിന്റെ മരുമകൾ പൂർണിമദാസ് സാഹു എന്നിവരാണ് മത്സര രംഗത്തുണ്ടായിരുന്ന പ്രമുഖർ. JMM നേതാവ് ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ അധികാര തുടർച്ച നേടാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ സഖ്യം. അധികാരം തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP നയിക്കുന്ന NDA. ഹേമന്ത് സോറൻ ഗോത്രജന വിഭാഗത്തെ വഞ്ചിച്ചെന്ന് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ആരോപിച്ചു. BJPയുടേത് ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയമാണെന്ന് ഹേമന്ത് സോറൻ തിരിച്ചടിച്ചു. കേരളത്തിന് പുറമെ ബീഹാർ, രാജസ്ഥാൻ, അസം, മധ്യപ്രദേശ്, ഗുജറാത്ത്, സിക്കിം, കർണാടക, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടന്നു. ഇവിടങ്ങളിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ പശ്ചിമ ബംഗാളിൽ ഒരു തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ജാർഖണ്ഡിൽ നവംബർ 20-ന് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കും. 20-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയ്ക്കൊപ്പം 23-നാണ് വോട്ടെണ്ണൽ. അമൃത ന്യൂസ്, ന്യൂഡൽഹി.